Welcome back friends, this is Kiran CS. KCS classes മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്ലൈ അണ്ടർ GST ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്, ഏതൊക്കെ ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് ആണ് GSTയുടെ കീഴിൽ വരുന്നത്, ദെൻ സപ്ലൈ അണ്ടർ GST, സപ്ലൈ മീൻസ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സപ്ലൈയുടെ കീഴിൽ വരണമെങ്കിൽ നമ്പർ 1 ബെസ്റ്റ് LDR ഫുൾഫിൽ ചെയ്യണം. ബെസ്റ്റ് LDRന്റെ ഫുൾ ഫോം ഒന്നുകൂടി പറയുന്നു. B മീൻസ് ബട്ടർ, E മീൻസ് എക്സ്ചേഞ്ച്, S മീൻസ് സെയിൽസ്, ദെൻ T മീൻസ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്, ദെൻ L 2 ഉണ്ട്, അതിൽ ലൈസൻസ്, ദെൻ ലീസ്, അതിനുശേഷം ഡിസ്പോസൽ ഓഫ് അസെറ്റ്സ്, ദെൻ റെന്റൽ വാല്യൂ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ബെസ്റ്റ് LDRൽ വരുന്നത്. ദെൻ ഇതിന്റെ കൂടെ നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസിഡറേഷൻ ഈസ് റിക്വയർഡ്. ദെൻ അതിനുശേഷം ഇറ്റ് ഷുഡ് ബി ഇൻ റിലേഷൻ വിത്ത് ബിസിനസ്, ദാറ്റ് മീൻസ് ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് സപ്ലൈ അണ്ടർ GST എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, GST നമ്മൾ ചാർജ് ചെയ്യുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടും ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അതിൽ കൺസിഡറേഷൻ, ബെസ്റ്റ് LDR ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ കൺസിഡറേഷനെ പറ്റിയിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി കാണാനുണ്ട്. സോ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺസിഡറേഷൻ, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഡീറ്റെയിൽസ്, ഏതൊക്കെയാണ് നമുക്ക് ചാർജബിൾ ആയിട്ടുള്ള കൺസിഡറേഷൻ, ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കൺസിഡറേഷൻ. Consideration in relation to the supply of goods or services or both includes number 1 point, any payment made or to be made whether in money or otherwise in respect of, in response to or for the inducement of the supply of goods or services or both, whether by the recipient or by any other person, but shall not include any subsidy given by the central government or state government. വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടില്ല, നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പല സന്ദർഭത്തിലും സബ്സിഡി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ സബ്സിഡി കിട്ടുമ്പോൾ അത് കൺസിഡറേഷൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ, അതോ കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയില്ലേ? ഇതാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. ഏതൊക്കെ കൺസിഡറേഷനെ നമുക്ക് ചാർജബിൾ ആയിട്ട് മാറ്റേണ്ടി വരും, ഏതിനൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരാം, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. That is, എന്താണ്, any payment made or to be made whether in money or otherwise in respect of, in response to or for the inducement of supply of goods and services. എന്തിനാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത്? ഒരു ട്രാൻസാക്ഷനിൽ ഇങ്ങനെ സബ്സിഡി കൊടുക്കുന്നത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്, അല്ലേ? നമ്മളെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. സോ അങ്ങനെ സബ്സിഡി തരുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് കൺസിഡറേഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അതാണ് പറയുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തരുന്ന സബ്സിഡിക്ക് GST ചാർജ് ചെയ്യുന്നതല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ചാർജ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഡക്റ്റ് മേടിക്കുകയാണ്, ഡൽഹിയിൽ നിന്നൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന്. സോ ആ പ്രോഡക്റ്റ് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് കിരൺ, ദെൻ എക്സ് എന്നുള്ള ഒരു വ്യക്തിയുടെ നമ്മൾ മേടിക്കുകയാണ്. ഞാൻ 10 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ മേടിക്കുന്നത്, 10 lakhs. സോ എക്സ് എന്താണ്, ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൺസിഡറേഷൻ തരാമെന്ന് പറഞ്ഞു. കൺസിഡറേഷനിലെ സബ്സിഡി തരാമെന്ന് പറഞ്ഞു. 10 ലക്ഷം വേണ്ട, 9 lakh rupees ആ പ്രോഡക്റ്റ് തരാം, 1 lakh സബ്സിഡി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ചും കൂടി താല്പര്യമായി, ഞാൻ ആ പ്രോഡക്റ്റ് മേടിക്കാൻ എന്താ തീരുമാനിച്ചു. ബട്ട് ആ ഒരു സബ്സിഡി ആരാണ് തരുന്നത്? മിസ്റ്റർ എക്സ് ആണ്. അത് ടാക്സബിൾ ആണ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഈ പറയുന്ന പ്രോഡക്റ്റ് ഞാൻ എക്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, 10 lakh വാല്യൂ ഉള്ളതാണ്. അവിടെ സബ്സിഡി തരുന്നത് എത്ര? 1 lakh സബ്സിഡി തരുന്നുണ്ട്. പക്ഷെ തരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ആണെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ആണ് ഈ സബ്സിഡി 1 lakh തരുന്നെങ്കിൽ അതുമ്മ ടാക്സ് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് എക്സ്ക്ലൂഡഡ് ആണ് കൺസിഡറേഷനിൽ നിന്ന്. അതിനെ നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യില്ല.
സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നമുക്ക് 1 lakh സബ്സിഡി തരുന്നെങ്കിൽ ഈ പറയുന്ന 9 lakh മാത്രം നമ്മൾ GST ചാർജ് ചെയ്താൽ മതി. 1 lakh എക്സ്ക്ലൂഡഡ് ആണ്. ക്ലിയർ? സോ ദാറ്റ്സ് ദി ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എനി പേയ്മെന്റ് മെയ്ഡ് ഫോർ ഇൻഡ്യൂസിങ് ദി സപ്ലൈ. ഏതെങ്കിലും പേയ്മെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൺസിഡറേഷന്റെ താഴെ വരും. ബട്ട് അവിടെ എക്സംഷൻ പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് നമ്പർ 1 പോയിന്റ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. കൺസിഡറേഷനിലെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാനുള്ളത് ആ സെന്റൻസിലോട്ട് കിടക്കാം. ദി മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് or forbearance in respect of, in response to, or for the inducement of the supply of goods or services or both, whether by the recipient or by any other person, but shall not include any subsidy given by the central government or state government. നമ്മൾ ഡെഫിനേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് എന്താ കൺസെപ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു കാര്യം കൂടി പറയുന്നു, ദി മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബെയറൻസ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ലാപ്ടോപ്പ് മേടിച്ചു. ഒരു 33,000 സ്പെൻഡ് ചെയ്തിട്ട് ലാപ്ടോപ്പ് മേടിച്ചു. മേടിക്കുന്ന സമയത്ത് ഓണർ പറഞ്ഞത് അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ളതാണ്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ലാപ്ടോപ്പ് തന്നെ. ലാപ്ടോപ്പ് ഞാൻ മേടിച്ചു 33,000 റുപ്പീസിന്. യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എന്നെ പറ്റിച്ചു എന്നുള്ളത്. ഇവർ പറയണ അത്രയ്ക്കുള്ള ഫീച്ചേഴ്സോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇത്രത്തോളം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് 33,000 സ്പെൻഡ് ചെയ്ത് ഈ ലാപ്ടോപ്പ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായേ ഞാൻ പറ്റിക്കപ്പെട്ടു. അതിപ്പോ ഏത് ഇലക്ട്രോണിക്സ് സാധനങ്ങളോ പല ഏതെങ്കിലും ആവട്ടെ, പറ്റിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഈ ഇങ്ങനെ ഒരു 33,000 കൊടുത്ത് ഞാൻ ലാപ്ടോപ്പ് മേടിച്ചത് അതിന് ആ വാല്യൂവിന് അത്രയ്ക്കുള്ള ഫീച്ചേഴ്സ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വാട്സപ്പിൽ അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയല്ലേ, പറ്റിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും മറ്റൊക്കെ പോസ്റ്റ് ഇട്ടു. ആ ഷോപ്പിൽ പോയിട്ട് ഇത് മേടിക്കരുത്, ആ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റി ഇല്ല. ഇത് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇട്ടപ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി, വൈറലായി തുടങ്ങി, സ്ഥാപനത്തിന് മോശമായി തുടങ്ങി, ആ ഓണർക്ക് മോശമായി തുടങ്ങി, ആരും മേടിക്കാതായി തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഓണർ എന്നെ വിളിക്കുകയാണ്, ദയവായി ആ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യൂ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, ഞങ്ങളിനി ശ്രദ്ധിച്ചോളാം. ആ ഫേസ്ബുക്കിൻ്റെ ആ പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അത് ദയവായി റിമൂവ് ചെയ്യൂ. അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഒരു 10,000 റുപ്പീസിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് തരാമെന്ന് നമ്മൾക്ക് ഓഫർ വയ്ക്കുകയാണ്. എന്തിന്? ഈ 33,000 റുപ്പീസ് വാല്യൂ ഉള്ള ലാപ്ടോപ്പ് നമുക്ക് കിട്ടി, നമുക്കത് ഫീച്ചേഴ്സ് ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ചു. ദെൻ ആ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു 10,000 റുപ്പീസിന്റെ മൊബൈലാണ് ഓഫർ വന്നിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 10,000 റുപ്പീസുമേ നമ്മൾ കൺസിഡർ ചെയ്ത് അതുമേ GST ചാർജ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതിനെ GST ഇൻക്ലൂഡ് ചെയ്യും. അതാണ് ഈ വേർഡ്, ദി മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബെയറൻസ് in respect of, in response to, or for the inducement or supply of goods or services or both, whether by recipient or any other person. ആരാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? recipient or any other person. But അവിടെ ഉണ്ട് shall not include any subsidy given by the central government or state government. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഓഫർ ആണ് ഈ 10,000 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെറുതെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ വെറുതെ കിട്ടിയിട്ടുള്ളതല്ല, അവരെന്തിനാണ് തന്നിട്ടുള്ളത്? അവരുടെ ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള അഡീഷണൽ ഒരു ഓഫറാണ് 10,000. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിഡറേഷന്റെ താഴെ വരും, അതിന് GST ചാർജ് ചെയ്യണം. ക്ലിയർ ആണോ രണ്ടാമത്തെ പോയിന്റ്? സോ ദാറ്റ്സ് ദി സെക്കൻഡ് പോയിന്റ്.
കൺസിഡറേഷനിൽ വരുന്നത്. കൺസിഡറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഞാൻ ഫൈനലി സം അപ്പ് ചെയ്യുമ്പോൾ പറയാം. ദെൻ ഈ 2 പോയിന്റിൽ ആദ്യം പറഞ്ഞ പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. A Limited owns a training center in Kochi. The institute charges rupees 20,000 per student for giving training. 20,000 rupees ആണ്. This training program is subsidized by central government 2,000 rupees per student, charitable trust rupees 1,000 per student, government of UK rupees 500 per student. A Limited charge 16,500 plus GST per student. Compute the total amount tax inclusive collectible from student. അപ്പോൾ എന്താണ് A Limited എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് സെന്റർ ഉണ്ട് കൊച്ചിയിൽ. അവര് 20,000 rupees ആണ് ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ട്രെയിനിങ്ങിന് വേണ്ടി. പക്ഷെ ദെൻ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് 2,000 രൂപ ഒരു സ്റ്റുഡന്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് 1,000 രൂപ, ഗവൺമെന്റ് ഓഫ് UK 500 rupees തരുന്നുണ്ട്. അങ്ങനെയാണ് ദെൻ ഇവർ ചാർജ് ചെയ്തിട്ടുള്ള 16,500 പ്ലസ് GST ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിക്കേണ്ടി വരും, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി കൺസിഡറേഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് തരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് തരുന്ന സബ്സിഡി മാത്രമേ കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് GSTയിൽ നിന്ന് മാറ്റിവെക്കുന്നുള്ളൂ. ബാക്കി ഏത് സബ്സിഡിയും കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്ത് അതിന് ടാക്സ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും ടാക്സബിൾ വാല്യൂ, ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ നോക്കാം. സോ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണ് പറഞ്ഞിരുന്നത്? 16,500 ആണ്. എങ്ങനെ? ടോട്ടൽ 20,000 ഉണ്ടായിരുന്നു, അതിൽ 2,000 rupees സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി ഉണ്ടായിരുന്നു, 1,000 rupees ട്രസ്റ്റിന്റെ, 500 rupees UK ഗവൺമെന്റ്. അപ്പൊ ടോട്ടൽ 3,500 ആണ് നമുക്ക് സബ്സിഡി കിട്ടിയിട്ടുള്ളത് ടോട്ടൽ. സോ 20,000 മൈനസ് 3,500 ആണ് നമുക്ക് 16,500 എന്നുള്ള 20,000 ആണ് ടോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നേ. സോ ആ 20,000 നിന്ന് എത്ര പോയി സബ്സിഡി? ടോട്ടൽ 3,500. സോ ബാലൻസ് 16,500 ആണ് വാല്യൂ. ഓക്കെ, ഇനി ഈ 16,500 3 സബ്സിഡിയില് ഏതൊക്കെ സബ്സിഡിക്കാണ് ടാക്സ് കൊടുക്കണ്ടേ? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സബ്സിഡി ആണെങ്കിൽ അത് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, എക്സ്ക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ 2,000 rupees എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, ബട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്ക് 1,000 തന്നിട്ടുണ്ട്, അതുമ്മ ടാക്സ് കൊടുക്കണം. സോ സബ്സിഡി പെയ്ഡ് ബൈ ട്രസ്റ്റ് 1,000 എടുക്കണം. ദെൻ സബ്സിഡി ബൈ UK ഗവൺമെന്റ്, ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള, കൺസിഡറേഷൻ അല്ലാണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള. ബാക്കി 2 സബ്സിഡിക്കും ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ 16,500 പ്ലസ് 1,000 ട്രസ്റ്റിന്റെയും UK ഗവൺമെന്റ് 500 ടോട്ടൽ 18,000 rupees ആണ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ. ക്ലിയർ? ഇനി ആ ടാക്സബിൾ സപ്ലൈയില് 18% നമ്മൾ GST ചാർജ് ചെയ്യുമ്പോൾ CGST 9%, 18,000 1,620, SGST 9% ബ്രേക്ക് ഡൗൺ ആണ് 1,620. ടോട്ടൽ നമ്മൾ സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 21,240 rupees ആണ്. സോ ഇവൻ ദോ നമുക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ടെങ്കിലും ഏത് സബ്സിഡിക്ക് മാത്രമാണ് നമ്മളവിടെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റിന്റെ 2,000 rupees മാത്രം. ബാക്കി ഏത് സബ്സിഡി കിട്ടിയാലും അതുമ്മ ടാക്സ് ചാർജ് ചെയ്യും, വെദർ ഇറ്റ് ഈസ് UK ഗവൺമെന്റ്, ട്രസ്റ്റ് ആവട്ടെ, വേറെ ഏത് പാർട്ടിയുടെ ആണെങ്കിലും. അതാണ് നമ്മൾ കൺസിഡറേഷനിലെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. സോ ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് ചോദിക്കുന്ന ഫസ്റ്റ് പോയിന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കൺസിഡറേഷന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മപ്പ് ചെയ്ത് ഇതിൽ ഒരു അഡീഷണൽ പോയിന്റ് കൂടി പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി പറഞ്ഞ് കൺസിഡറേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് അവസാനിപ്പിക്കാം. ഫൈനലി നമുക്ക് കൺസിഡറേഷനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സോ ചാർട്ട് ഓഫ് കൺസിഡറേഷൻ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാണ്. പേയ്മെന്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് ബൈ സെൽഫ് ഓർ തേർഡ് പാർട്ടി ടാക്സബിൾ ആണ്. ബൈ സെൽഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഇപ്പൊ UK ഗവൺമെന്റ് ആണെങ്കിലും ട്രസ്റ്റ് ആണെങ്കിലും തരാണെങ്കിലും അതിനെ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും പേയ്മെന്റ്. ദെൻ ഇൻ മണി, ഇൻ കൈൻഡ്, 2 രീതിയിലാവാം കൺസിഡറേഷൻ. എനിത്തിങ് ഇൻ റിട്ടേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള എന്താണ്? സബ്സിഡി ഗിവൺ ബൈ ഗവൺമെന്റ്. ഇപ്പൊ ഗവൺമെന്റിന്റെ സബ്സിഡി ആണ്. അപ്പോ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മണി ആവാം, കൈൻഡ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിൽ ആവാം, ബൈ സെൽഫ് ഓർ തേർഡ് പാർട്ടി ആയിരിക്കാം.
ദെൻ എക്സ്ക്ലൂഡ് ചെയ്ത് നിൽക്കുന്നത് സബ്സിഡി ഗിവൺ ബൈ ഗവൺമെന്റ് ആണ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം കൂടി എനിക്ക് പോയിന്റ് പറയാനുള്ളത് ഡിപ്പോസിറ്റ് ആണ്. ഡിപ്പോസിറ്റിൽ 2 കാറ്റഗറി ഉണ്ട്. നമ്പർ 1 അപ്ലൈഡ്, നമ്പർ 2 നോട്ട് അപ്ലൈഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത് അതും കൂടിയാണ് എനിക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നോട്ട് അപ്ലൈഡ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നോ കൺസിഡറേഷൻ എന്ന്. എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റെന്റിന് എടുക്കാൻ തീരുമാനിച്ചു. സോ ആ ഫ്ലാറ്റ് തൃശ്ശൂർ പോയി സ്കൈലൈനിലെ ഫ്ലാറ്റ് റെന്റിന് എടുക്കാൻ തീരുമാനിച്ചു. ഫ്ലാറ്റ് ദെൻ ഈ ഫ്ലാറ്റിന് അഡ്വാൻസ് ഡിപ്പോസിറ്റ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 5 lakh rupees ആണ്, 5 ലക്ഷം രൂപ. ദെൻ മന്ത്ലി റെന്റ് പറഞ്ഞിരിക്കുന്നത് 25,000 rupees ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 5 lakh എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മുടെ എത്ര നാളാണ് അവിടെ താമസിക്കുന്നത് അതിനുശേഷം റീഫണ്ടബിൾ ആണ്, തിരിച്ചു തരും. ഈ 5 lakhs റീഫണ്ടബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ 5 lakhs ടാക്സ് ചാർജ് ചെയ്യില്ല. ഓക്കെ, സോ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതുമേ നമുക്ക് GST ചാർജ് ചെയ്യുന്നല്ല. ഇനി ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഈ 5 lakh rupees നമ്മൾ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു എന്നിട്ട് പറയാണ് മന്ത്ലി 25,000 എന്ത് ചെയ്തോ റെന്റ് എന്ന് പറയുന്നത് ഈ 5 lakhs പിടിച്ചോ. ഓരോ മാസം 25,000 പിടിക്കും, റെന്റായിട്ട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും, അത് കൺസിഡറേഷൻ ആണ്, റെന്റ് ആണ്. സോ ഓൺ ദി അതർ ഹാൻഡ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണെങ്കിൽ അത് റീഫണ്ടബിൾ ആണ്, അതുകൊണ്ട് GSTയുടെ താഴെ വരുന്നതല്ല. ക്ലിയർ? സോ ഇതാണ് നമുക്ക് കൺസിഡറേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള മെയിൻ ആയിട്ട് 2 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസിഡറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കൺസിഡറേഷൻ ആണ്, പക്ഷേ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തന്നെ സബ്സിഡി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് ഫോർബെയറൻസ്. പലപ്പോഴും ഒരു പ്രോഡക്റ്റ് മേടിച്ച് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കണം. ആ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഒരു ലാപ്ടോപ്പ് 33,000 rupees ഞാൻ മേടിച്ച് അത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചു. അപ്പോൾ പലപ്പോഴും എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലയിലാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടൊരു ഓഫർ തന്നു, 10,000 rupees മൊബൈൽ. അങ്ങനെ കിട്ടുന്ന ഒരു കൺസിഡറേഷൻ ആ 10,000 rupees നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസിഡറേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ദെൻ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അഡീഷണൽ പ്രോബ്ലംസും മറ്റു വീഡിയോസും ആയിട്ട് GST റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.